ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവ കരങ്ങളിൽ പൂർണ്ണമായി നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹപ്രദമാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ, നിന്റെ നാമത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്ന ദൈവമേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നിന്നെ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ അസ്വസ്ഥതകളും എല്ലാ വേദനകളും എല്ലാ ബലഹീനതകളും എല്ലാ സാമ്പത്തിക കടബാധ്യതകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, നാവുകളൊന്ന് ഉയർത്തി സ്തുതിച്ചേ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഈ ദൈവത്തിന്റെ ആലയത്തിന്, ദൈവത്തിന്റെ കൂടാരത്തിന് അവിടുത്തെ നാമം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ സ്നേഹങ്ങളും അഴിയട്ടെ, സ്വരം ഉയരട്ടെ. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് ദൈവത്തിന്റെ മലക്കന്മാരുടെ വലിയ അഭിഷേകം ഈ കൂടാരത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഒന്ന് സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ദൈവമേ, സ്വർഗ്ഗം തുറക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. വേദനിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. രോഗാവസ്ഥയിൽ ശ്രമിക്കുന്ന ഓരോ മക്കളെയും ഒന്ന് സ്പർശിക്കണമേ. ഈ ദേശത്തെ മുഴുവനും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. മക്കളെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ നിലവിളി നിന്റെ സന്നിധിയിലെത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള സകലരെയും, മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ തലമുറകളെയും അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗാന ശുശ്രൂഷകർക്ക് വേണ്ടി, ഇവിടുത്തെ വൈദികർക്ക് വേണ്ടി, ഇവിടുത്തെ പ്രേക്ഷിതർക്ക് വേണ്ടി, ഈ ദേശത്തുള്ള എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരാകുവാൻ ആമേൻ, ആമേൻ. ശാന്തമായിട്ടിരിക്കാം. എല്ലാവർക്കും സന്തോഷമാണോ? വലിയൊരു ലോകാവസാനം കഴിഞ്ഞു വന്നല്ലേ, അല്ലേ? സന്തോഷമില്ലേ? ലോകാവസാനത്തിന് വേണ്ടി കാത്തിരുന്നവരൊക്കെയാണ് ഇതിനകത്ത്. 28-ാം തീയതി ലോകം അവസാനിക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പേജ് നിറച്ച് ലോകാവസാനത്തെ കുറിച്ച്, ഈശോയുടെ വരവിനെ കുറിച്ചൊക്കെ ചിത്രീകരിച്ചല്ലേ. ലോകാവസാനം കഴിഞ്ഞ ഈ മാസം 28-ാം തീയതിയാണെന്ന് പ്രഖ്യാപിച്ച പല ഗ്രൂപ്പുകളുണ്ട്, പല സമൂഹങ്ങളുണ്ട്. അവരതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നെ ഒരു സഹോദരൻ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, സ്വർഗത്തിൽ നിന്ന് ആകാശ വിധാനത്തിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് നീ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദര? ഞാൻ പറഞ്ഞ സഹോദര, ഞാൻ മാക്സിമം എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂപ്പർ മൂൺ അല്ലെ, ഭയങ്കര സുനാമി, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് ജീവനുണ്ടല്ലോ അല്ലെ, ചിലരൊക്കെ ജീവനില്ലാത്തതുപോലെ ഇരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചുരുള സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈയൊക്കെ ഒന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. കൈയില്ലാത്തവരൊന്നും ഇല്ലല്ലോ അല്ലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സന്തോഷമുണ്ട്. ഈ വചന കൂടാരത്തില് നിങ്ങളോടൊപ്പം ഇങ്ങനെ അവധിക്ക് വന്ന 2 ആഴ്ചത്തെ അവധിയുള്ളൂ.
കുറച്ച് സമയം വളരെ അവിചാരിതമായിട്ടാണ് ഇവിടെ വരാനിരുന്ന മറ്റൊരു വ്യക്തിയുടെ തടസ്സങ്ങൾ എന്നോട് പറയുകയും അതിന് പകരക്കാരനായിട്ട് എന്നെ വിടുകയുമാണ് ചെയ്തത്. ഏതായാലും ദൈവ നിയോഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ബാങ്കോക്കില്, തായ്ലൻഡിലെ ബാങ്കോക്കില് ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ട്. അത് വളരെ ചരിത്രം സൃഷ്ടിച്ചൊരു പ്രതിമയാണ്. ഇന്ന് അതിന് 336 കോടി രൂപയാണ് അതിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. മുഴുവനും സ്വർണമാണ്. സ്വർണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരുപാട് കിൻഡൽ കണക്കിന് സ്വർണം കൊണ്ട്, പ്യുവർ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രതിമ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1957 വരെ ഇതുള്ളതാണ് കേട്ടോ. ഈ പ്രതിമ കളിമണ്ണ് കൊണ്ടുള്ള ഒരു പ്രതിമയായിരുന്നു. മണ്ണുകൊണ്ടുള്ള പ്രതിമ നമുക്കറിയാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് മുഴുവൻ സ്വർണമായത്? അതാണ് രസകരമായ കഥ. 1957 തായ്ലൻഡില് ബാങ്കോക്കിൽ അവരൊരു വലിയ റോഡ് പണിയുന്ന അവസരത്തിൽ ഈ പ്രതിമ അവിടെ നിന്ന് പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ മുനിസിപ്പാലിറ്റിക്കാര് ആവശ്യപ്പെട്ടു. അവരാ വലിയ പ്രതിമ പിഴുത് അതുപോലെ തന്നെ എഴുതെടുത്തു. വലിയ നീളമുള്ള പ്രതിമയാണ്. അത് വലിയൊരു ട്രെയിലറിൽ കയറ്റി. അപ്പൊ അതൊരു കളിമണ്ണ് കൊണ്ടുള്ള കറുത്തിരിക്കുന്ന ഒരു പ്രതിമയാണ്. അത് വലിയൊരു ട്രക്കിൽ കയറ്റി. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടത്തെ പോലെ ശക്തമായ ഇടിയും മഴയും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവർ ബുദ്ധസന്യാസികൾ പെട്ടെന്ന് ഈ പ്രതിമ മുഴുവനും ഒരു തർപ്പാള കൊണ്ട് മൂടി തൽക്കാലത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തു. പാതിരായൊക്കെ ആയപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് ഒരു ബുദ്ധസന്യാസി, അദ്ദേഹം ഈ പ്രതിമ വല്ലവരും അടിച്ചോണ്ട് പോയെന്ന് നോക്കണമല്ലോ, അദ്ദേഹം രാത്രിയിൽ ഒരു ടോർച്ച് മുക്കിയെടുത്ത് ഈ പ്രതിമയിലേക്ക് ശക്തമായി വെളിച്ചം വീശുമ്പോൾ തർപ്പാളയുടെ ഇടയിലൂടെ വലിയ ഒരു പ്രകാശം ഈ ബുദ്ധ സന്യാസിയുടെ കണ്ണുകളിലേക്ക് അടിച്ചു. അദ്ദേഹം അടുത്തിരുന്ന് നോക്കുമ്പോൾ ഈ കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമയ്ക്കിടയിൽ ഒരല്പ സ്ഥലത്ത് സ്വർണത്തിന്റെ ഒരു തിളക്കം. അദ്ദേഹം ഓടിച്ചെന്ന് മറ്റു സന്യാസികളെ വിളിച്ചുകൊണ്ട് വന്ന് ആ പാവങ്ങൾ രാത്രി ഇരുന്ന് ചിരട്ടയൊക്കെ എടുത്ത് ആ കളിമണ്ണ് മുഴുവനും ചിരണ്ടി കളഞ്ഞപ്പോൾ അത് മുഴുവനും തനി സ്വർണമായിരുന്നു. അവർ പറയുന്ന ഇതാണ്, വർഷങ്ങൾക്ക് മുൻപ് ബാങ്കോക്കിനെ ബർമ്മ ആക്രമിച്ചപ്പോൾ അവരത് കൊള്ളയടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി രാത്രിയിൽ അന്നുണ്ടായിരുന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നുണ്ടായിരുന്ന സന്യാസികള് ഈ സ്വർണ്ണ വിഗ്രഹത്തിന്റെ പുറത്ത് മുഴുവനും മണ്ണ് തേച്ചു വെച്ചു. അത് എന്നിട്ട് അവിടെ പ്രദർശിപ്പിച്ചു. അപ്പൊ അവർ വിചാരിച്ചത് കളിമണ്ണാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും അടിച്ചുകൊണ്ട് പോയില്ല, അവരെല്ലാം തിരിച്ചുപോയി. പക്ഷെ അന്നത്തെ യുദ്ധത്തില് ഈ സന്യാസികളെല്ലാം, ആ ബുദ്ധ സന്യാസികളെല്ലാം കൊല്ലപ്പെട്ടു. അതിനുശേഷം വർഷങ്ങളോളം ഈ കളിമൺ പ്രതിമയായിട്ട് ഈ സ്വർണ്ണ വിഗ്രഹം 100-150 വർഷം ഇങ്ങനെ നിന്നു. 1957 അവരറിയുന്നത് അത് സ്വർണമാണെന്ന്. ഇന്നും അത് സ്വർണമായിട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഈശോയുടെ മുൻപിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണിത്. ഈ ഇരിക്കുന്ന നമ്മിൽ പലരും പണ്ട് തനി തങ്കങ്ങളായിരുന്നു, അല്ലെ? വളരെ കുഞ്ഞുനാള് മുതല് തങ്കക്കുട്ടിയായിട്ട്, തങ്കക്കുട്ടനായിട്ട് വളരെ നല്ല സ്വഭാവത്തോടു കൂടി വളർന്നു വന്ന നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴോ അഴുക്കും കറയും ചെളിയും ഒക്കെ പിടിച്ച് സ്വർണ്ണ പ്രതിമ കളിമൺ പ്രതിമ ആയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് മായം ചേർക്കപ്പെട്ട മനസ്സും ഹൃദയവുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുക. ഇന്നീ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ആ സന്യാസികളെ രാത്രിയിൽ ചിരട്ടയൊക്കെ ഇട്ട് അത് ചുരണ്ടിക്കളഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ആത്മാവിന് ബാധിച്ചിരിക്കുന്ന അഴുക്കും ചെളിയും അസ്വസ്ഥതകളും പാപമാലിന്യങ്ങളും ഒക്കെ കഴുകിക്കളയുവാനുള്ള വലിയ ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം, ഈ ശുശ്രൂഷയെ മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോ ധ്യാനങ്ങൾ കൂടുമ്പോഴും, ഓരോ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോഴും, ഓരോ ആരാധനകളിൽ പങ്കെടുക്കുമ്പോഴും, ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ അഴുക്കുകളും കറകളും ഒക്കെ കളഞ്ഞ് വിശുദ്ധിയുടെ പടവുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും നടന്നെടുക്കുകയാണ്. ഈ ലോകം നമുക്ക് നൽകിയ മാലിന്യങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് നൽകിയ മാലിന്യങ്ങള്, ഇതൊക്കെ ഇവിടെ കഴുകി ശുദ്ധിയാക്കപ്പെട്ട നമ്മള് വിശുദ്ധരായി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള പ്രാപ്തിയുള്ള മക്കളായിട്ട് തീരുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ തളർച്ചകള് ഞാനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ വ്യക്തമാക്കി തന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല മക്കളും ഒരുപാട് തളർന്ന മനസ്സുകളുമായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഒരു പക്ഷേ രോഗത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, ഒരു പക്ഷേ മക്കളെ കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകളായിരിക്കാം. അവർ പഠിച്ച് കോളേജിലൊക്കെ പോകുന്ന പ്രായത്തില് എങ്ങനെയാകും അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, സാമ്പത്തിക കടബാധ്യതകളിൽ വിഷമിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ തളർച്ചയുടെ നിമിഷങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തെ നമ്മൾ കർത്താവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. തളർന്ന നമ്മെ ഓരോരുത്തരെയും അവൻ കരം പിടിച്ച് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മലയാളികളെ കുറിച്ച് ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. മലയാളികൾക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്തില്ല. ഒരു പ്രശ്നമുണ്ടായാൽ അവന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത തൂക്കുകയറുകളാണ്. ലോകത്ത് ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്നത് മലയാളി സമൂഹമാണ് എന്ന് ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ, ഒരു സാമ്പത്തിക കടബാധ്യത ഉണ്ടാകുമ്പോൾ, മക്കളുടെ ജീവിതത്തിൽ അല്പം വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ആത്മഹത്യ ചെയ്തേക്കാം, എല്ലാത്തിനും പരിഹാരമാകുമല്ലോ. പ്രിയമുള്ളവരെ, ഒരു പിഞ്ചു കുഞ്ഞ് നടക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. 1 വയസ്സാകാറാകുമ്പോൾ ഭിത്തിയിലൊക്കെ പിടിച്ച് പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് അവൻ എത്ര തവണ ഒരു ദിവസം വീഴുന്നുണ്ട്? ഒന്ന് വീഴും, വീണ്ടും കസേരയിൽ പിടിച്ചെഴുന്നേൽക്കും, അല്ലെങ്കിൽ അപ്പയുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചെണീക്കും, വീണ്ടും 2 സ്റ്റെപ്പ് വയ്ക്കും, അവൻ അവിടെ തകർന്നു വീഴും, വീണ്ടും നടക്കും. ഇങ്ങനെ 8-9 പ്രാവശ്യം ഒരു ദിവസം നടന്ന് അനേക ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് നടക്കുവാൻ പ്രാപ്തനാകുന്നത്. ഒരു കുഞ്ഞു പോലും പിച്ച വെച്ച് നടക്കുമ്പോൾ ഞാൻ തളർന്നു വീണു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയതായിട്ട് നമ്മൾ ഇതുവരെ ഒരു പത്രത്തിലും വായിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 19-ാം അധ്യായത്തില് മനോഹരമായ ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ഏലിയാ പ്രവാചകനെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ? അറിയോ? ഏലിയാ പ്രവാചകന്മാരില് ഏറ്റവും ശക്തനായിരുന്നു ഏലിയാ പ്രവാചകൻ. ഒരു വിധവയുടെ മകനെ ഉയർപ്പിച്ചു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. വർഷങ്ങളായിട്ട് മഴയില്ലാതിരുന്ന ഒരു രാജ്യത്ത് തനിയെ പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചു. ബാലിന്റെ പുരോഹിതരെ ഒറ്റയ്ക്ക് മുട്ടുകുത്തിച്ചു, അവരെ വാളിനിരയാക്കി. വിശന്നപ്പോൾ ഈ ബാലിന് ആരാ ഭക്ഷണം കൊടുത്തത്? കാക്കകളാണ് ഈ ബാലിന് ഭക്ഷണം കൊടുത്തത്, ഈ ഏലിയയ്ക്ക് ഭക്ഷണം കൊടുത്തത്. ഹല്ലേലൂയ. ഇത്രയ്ക്കും ശക്തനായ ഏലിയാ പ്രവാചകൻ ഒരു ദിവസം ഒരു പെണ്ണിന്റെ മുമ്പില് മുട്ടുമടക്കി. ജസബേൽ രാജ്ഞി, ആ രാജ്യം ഭരിച്ചിരുന്ന ആഹാബ് രാജാവിന്റെ ഭാര്യ. അവര് ബാലിന്റെ വലിയ ആരാധകരായിരുന്നു. ബാലിന്റെ പുരോഹിതരെ തോപ്പിച്ചപ്പോൾ ഈ ജസബേൽ രാജ്ഞി ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു. ഇന്ന് ബാലിന്റെ പുരോഹിതരെ കൊന്നതുപോലെ നാളെ ഈ നേരമാകുമ്പോൾ നിന്നെയും എന്റെ ആളുകൾ കൊന്നിരിക്കും. അന്നുണ്ട് ഈ ഗുണ്ടാ സംഘങ്ങള്, കൊട്ടേഷൻ സംഘങ്ങള്. ഇത് കേട്ട ഏലിയാ പ്രവാചകൻ, ഇത്ര ശക്തനായ ഏലിയാ പ്രവാചകൻ, ദൈവത്തിന്റെ കരുത്തനായ ഏലിയാ പ്രവാചകൻ ആ ന്യൂസ് കേൾക്കുകയും അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടുകയാണ്. 19-ാമത്തെ അടവ്. അദ്ദേഹം ഓടി ഒരു മരുഭൂമിയില് വാടാമുൾ ചെടിയുടെ ചുവട്ടില് തളർന്നു വീണു, മുട്ടുകുത്തി വീണു സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? മതി, എനിക്കിനി ജീവിക്കണ്ട, നീ എന്റെ ജീവിതം എടുത്തു, എനിക്ക് മതിയായി, ഇനി എനിക്ക് ജീവിക്കണ്ട. പേടിച്ചുപോയ, അസ്വസ്ഥത അനുഭവിക്കുന്ന ഏലിയാ പ്രവാചകൻ മടുത്തു ജീവിതത്തിൽ. ഇത്ര ശക്തി ഉണ്ടായിരുന്ന പ്രവാചകൻ മടുക്കാമെങ്കിൽ നമുക്കും ഇതേ അവസ്ഥ ഉണ്ടാകാം, അല്ലെ? ഇത്ര ശക്തനായ പ്രവാചകന് മടുപ്പ് അനുഭവിക്കാമെങ്കിൽ, പേടി തോന്നാമെങ്കിൽ, സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തില് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും മടുപ്പ് തോന്നാം. നമ്മളും ഇങ്ങനെ ഒരു പക്ഷെ പ്രാർത്ഥിച്ചേക്കാം. ചില അമ്മച്ചിമാര് പ്രാർത്ഥിക്കാറില്ലേ, ഞാൻ എന്റെ ജീവിതം മടുത്തു, ഇനി എന്നെ അങ്ങ് എടുത്താ മതി,
ഈ അസ്വസ്ഥത നിറഞ്ഞ ഹൃദയത്തോടെ ഏലിയ പ്രവാചകൻ അവിടെ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ തളർന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. ഉറങ്ങിപ്പോയ പ്രവാചകനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു മാലാഖ വന്ന് തട്ടി വിളിച്ചു, ഏലിയ, മോനെ ഏലിയ, എഴുന്നേൽക്ക്. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോ നിങ്ങളിൽ പലരും രാവിലെ സ്വന്തം മക്കൾക്ക് ചൂട് കാപ്പിയും ചപ്പാത്തിയും ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ വളരെ ചൂടുള്ള ചപ്പാത്തിയും കുടിക്കുവാനുള്ള വെള്ളവുമായിട്ട് അവിടെ ദൈവത്തിന്റെ മാലാഖ നിൽക്കുകയാണ്. മോനെ ഏലിയ, എഴുന്നേൽക്കൂ, നീ ഇത് കുടിക്കൂ, നീ ഭക്ഷിക്കൂ, നീ ശക്തി സംഭരിക്കൂ. ഉറക്കപ്പിച്ചിലാണെങ്കിലും ഇവിടെ ധ്യാനം കേൾക്കാനിരിക്കുന്ന നമ്മിൽ പലരും ഉറക്കപ്പിച്ചിലാണ്. ഈ ഉറക്കപ്പിച്ചിലാണെങ്കിൽ കൂടി ഏലിയ പ്രവാചകൻ എഴുന്നേറ്റ് പെട്ടെന്ന് അപ്പവും കഴിച്ച് വയറ് നിറയെ വെള്ളവും കുടിച്ചു. വീണ്ടും ആ പാവം ഉറങ്ങിപ്പോയി. നമ്മുടെ മക്കളെ എഴുന്നേൽപ്പിച്ച് ഉണർത്തി കട്ടൻ കാപ്പിയും കൊടുത്ത് പുസ്തകവും കൈപ്പിടിപ്പിച്ച് കഴിയുമ്പോൾ അവർ കസേരയുടെ പുറത്ത് മുൻപിലിരുന്ന് ഉറങ്ങുന്നത് പോലെ പാവം ഏലിയ പ്രവാചകൻ അത്രയ്ക്കും തളർന്നു, അത്രയ്ക്കും മടുത്തു, അത്രയ്ക്കും വേദനയാണ്, അസ്വസ്ഥതയാണ്. അദ്ദേഹം വീണ്ടും ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ദൈവത്തിന്റെ ദൂതൻ വന്ന് ഏലിയായെ തട്ടി വിളിച്ചു, മോനെ ഏലിയ, എഴുന്നേൽക്ക്, നീ വയറു നിറയെ ഈ അപ്പവും പാനീയവും കുടിച്ച് ശക്തി സംഭരിക്കൂ. വീണ്ടും ഏലിയ എഴുന്നേറ്റു. ചമ്രം അടഞ്ഞിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കൊടുത്ത അപ്പവും ആ പാനീയങ്ങളും വയറു നിറയെ കുടിച്ചു, കഴിച്ചു, തൃപ്തനായി. ആ ഏലിയ, ദൈവത്തിന്റെ വചനം പറയുന്നത്, അവിടെ നിന്ന് എഴുന്നേറ്റ ഏലിയ വീണ്ടും മരുഭൂമിയിലൂടെ ഓടി 40 രാവും 40 പകലും നിർത്താതെ. എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടാവും അല്ലെ? ഹല്ലേലൂയ. 40 രാവും 40 പകലും അവൻ നിർത്താതെ മരുഭൂമിയിലൂടെ ഓടി അവൻ ചെന്നത് ദൈവത്തിന്റെ മലയായ ഹോറേബിലാണ്. എമ്മാവൂസ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മണ്ഡപമായതുപോലെ ദൈവത്തിന്റെ മലയാണ് ഹോറേബ്. ഏലിയ പ്രവാചകൻ ഓടി ചെന്നത് ദൈവത്തിന്റെ മലയായ ഹോറേബിലേക്ക്. പ്രിയമുള്ളവരെ, തളർന്ന് തകർന്ന ജീവിതങ്ങളുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ തളരുമ്പോൾ ഈ ആലയത്തിലേക്ക് കടന്നു വരിക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഇവിടെ നൽകുന്ന അപ്പവും പാനീയവും കഴിച്ച് സംതൃപ്തി അടഞ്ഞ് സന്തോഷത്തോടെ, കൂടുതൽ കരുത്തോടെ, ഊർജ്ജസ്വലതയോടുകൂടി മുൻപോട്ട് നടക്കുക. അങ്ങനെ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ മലയിലേക്ക് നടക്കാൻ സാധിക്കും. 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ ഈ പാവം പിടിച്ച ഏലിയ പ്രവാചകൻ നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അവിടെ ആ മലയിൽ ചെന്ന് ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയായുടെ അടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, 19-ാം അധ്യായത്തിൽ തന്നെ തമ്പുരാൻ പറയുന്ന വചനങ്ങളാണ്. ദൈവം ചോദിച്ചു, ഏലിയ, നീ എന്തു ചെയ്യുകയാണ് ഇവിടെ? ഏലിയ പറഞ്ഞ മനോഹരമായ ഒരു ഉത്തരമുണ്ട്. പ്രിയമുള്ളവർ, ഈ ഉത്തരം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രമാത്രം പേടിച്ച് അരണ്ട് അസ്വസ്ഥതപ്പെട്ട് തളർന്ന് അവസാനം ദൈവിക ഭക്ഷണം കഴിച്ച് ശക്തി സംഭരിച്ച് വീണ്ടും ഓടി ദൈവത്തിന്റെ മലയായ ഹോറേബിലെത്തിയ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഏലിയ മകനെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഏലിയ പറഞ്ഞ ഉത്തരം ഇതാണ്, എന്റെ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതേ ഉത്തരം നിങ്ങളും ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ നിന്ന് ഓടി തളർന്ന് പലപ്പോഴും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ നിന്ന് ശക്തി സംഭരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കൂടാരത്തിൽ എമ്മാവൂസില് എത്തിപ്പെട്ടിരിക്കുന്ന ഈ നിമിഷത്തില് തമ്പുരാൻ നമ്മോട് ഓരോരുത്തരും ചോദിക്കുകയാണ്, മകനെ, മകളെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഹല്ലേലൂയ. എന്തു പറയും? നമ്മൾ എന്തു പറയും? ഞാനിവിടെ വെറുതെ വന്നിരിക്കുകയാണ്, ഞാനിവിടെ വെറുതെ അനുഗ്രഹം പ്രാപിക്കാൻ വന്നിരിക്കുകയാണ്, വചനം കേൾക്കാൻ വന്നിരിക്കുകയാണ്, എന്റെ ആവശ്യങ്ങളെ കർത്താവിന്റെ മുൻപിൽ വെക്കാൻ വന്നിരിക്കുകയാണ്. അല്ല പ്രിയമുള്ളവരെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ജ്വലിക്കുന്നവരാകാൻ, ദൈവത്തിന്റെ പടയാളികളാകുവാനാണ് നാം ഓരോരുത്തരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ വീണ്ടും ദൈവം ഏലിയായോട് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരു പ്രാവശ്യം മാത്രം നമ്മിൽ നിന്ന് കേട്ടാ പോരാ, ഒരിക്കൽ കൂടി ചോദിച്ചു, മോനെ, നീ സത്യം പറ,
ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? വീണ്ടും ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി ഞാൻ കത്തിജ്വലിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സ്പിരിറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പറയാം, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവാചകൻ പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? ഏലിയ പ്രവാചകൻ വീണ്ടും കുറെ അത്ഭുതങ്ങൾ കാണിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. നിങ്ങൾ പറ്റിയെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 18, 19, 20, 21 അധ്യായങ്ങളില് വളരെ വ്യക്തമായിട്ട് ഈ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ഇങ്ങനെ പോകുന്ന വഴിയില് എലീഷ എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം പോയ വഴിയില് അദ്ദേഹത്തിന്റെ മേൽക്കുപ്പായം എടുത്ത് ഒരേറ് കൊടുത്തു. ചെന്നു വീണത് വയലിൽ ഉഴുതുകൊണ്ടിരുന്ന എലീശയുടെ മേലില്. അത് ചെന്ന് വീഴുകയും അദ്ദേഹം സർവ്വതും ഉപേക്ഷിച്ച് ഏലിയ പ്രവാചകന്റെ പുറകെ പോവുകയാണ്. സർവ്വതും ഉപേക്ഷിച്ച് അദ്ദേഹം ഉഴുതുകൊണ്ടിരുന്ന ആ കലപ്പ വെട്ടി കണ്ടിച്ച് അത് തീയിട്ട് ആ തീയില് അദ്ദേഹം ഉഴുതാൻ ഉപയോഗിച്ചിരുന്ന കാളകളെ വേയിച്ച് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കഴിക്ക്, ഞാനിതാ പോവുകയാണ്, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ഏലിയയുടെ പിന്നാലെ എലീശ പോയി. അങ്ങനെ പോയി അവസാനം ഏലിയ, ഞാൻ ചുരുക്കുകയാണ്, ഏലിയ പ്രവാചകൻ ഉടലോടെ സ്വർഗത്തിൽ പോയി, അറിയുള്ളൂ അല്ലെ? ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് എടുക്കേണ്ട സമയമായി. ഈ സമയത്ത് ഏലിയയ്ക്ക് എങ്ങനെയെങ്കിലും എലീശയെ ഒഴിവാക്കണം. ഏലിയ പറയുന്നുണ്ട്, മോനെ ഞാൻ ബഥേൽ വരെ അർജന്റായിട്ടൊരു കാര്യത്തിന് പോവുകയാണ്, അടുത്ത വണ്ടിക്ക് കയറി ഞാൻ ബഥേലിൽ പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്. പക്ഷേ എലീശ കേൾക്കുന്നില്ല. എന്റെ ദൈവമായ കർത്താവാണ് സത്യം, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. അങ്ങനെ കൂടെ നിന്നു ദൈവ സാന്നിധ്യത്തില് അള്ളിപ്പിടിച്ചു കിടക്കുന്ന മനുഷ്യര്. ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കും, പറയും, നമ്മുടെ മറ്റുള്ളവരെ കളിയാക്കും, കുടുംബക്കാര് തന്നെ നമ്മളെ കളിയാക്കും. ദൈവത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചു കിടക്കുന്ന മനുഷ്യര്. എലീശ അള്ളിപ്പിടിച്ചു, വീണ്ടും കുറെ പോയി. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മോനെ എനിക്ക് ജെറീക്കോ വരെ അർജന്റായിട്ട് പോകണം, അടുത്ത ട്രെയിനിൽ ഞാൻ ജെറീക്കോയ്ക്ക് പോവാണ്, നീ ഇവിടെ നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്ക്. വീണ്ടും എലീശ പറഞ്ഞു, ദൈവമായ കർത്താവാണ് സത്യം, ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല. അവസാനം അദ്ദേഹം ജോർദാന്റെ നദിയുടെ കരയിലെത്തി. അവിടെ എത്തിയപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് സ്വർണ്ണ രഥങ്ങളില്, എന്ത് രസമാണല്ലേ, സ്വർണത്തിന്റെ നിറമുള്ള രഥങ്ങളില്, സ്വർണത്തിന്റെ നിറമുള്ള കുതിരകളുമായിട്ട് അവിടെ വന്ന് ലാൻഡ് ചെയ്തു. എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പോലെ. ആരുടെ മുൻപിലാ? ഏലിയായുടെ മുമ്പില്. എന്നിട്ട് ആ സ്വർണ്ണ രഥത്തിൽ കയറിയിരുന്ന് വലിയ ഗമയില് ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുന്നത് എലീശ കണ്ടുകൊണ്ട് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കും, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുൻപിൽ പേടിച്ച് തകർന്നോടിയ ഈ പ്രവാചകൻ ദൈവ സന്നിധിയിലെ ശക്തി കണ്ടെത്തി തിരിച്ചോടിയപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഹോറേബിലേക്ക് കടന്നുപോയ ഈ പ്രവാചകന്റെ ജീവിതത്തിന്റെ അന്ത്യം എത്ര മനോഹരമാണ്. ആത്മീയ രഥങ്ങളാല് സ്വർഗത്തിലേക്ക് വളരെ ശാന്തമായിട്ട് എടുക്കപ്പെടുന്ന ഏലിയ പ്രവാചകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഈ പ്രവാചകനിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ, ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ പകുതി പോലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നിട്ട് പോലും നമ്മൾ പലപ്പോഴും തളർന്നു വീഴും. പ്രിയമുള്ളവരെ, തകർന്നു വീഴും നമ്മളൊക്കെ. പക്ഷെ ഈ തളർച്ചയിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനാണ് ജീവിതഭാരത്തില് കർത്താവ് കുരിശുമായിട്ട് പോയപ്പോ 3 പ്രാവശ്യം നിലം പൊത്തിയതുപോലെ നമ്മളൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും തകർന്നു പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമ്മുടെ മക്കൾ തരാത്തപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ തകർന്നു വീഴും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളുടെ കല്യാണം നടക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി വീഴും. ഈ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാനാണ് കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഇതിന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊക്കെ അടിച്ച് നമ്മുടെ തളർച്ചകളും ക്ഷീണങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊക്കെ അടിച്ച് വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ സന്തോഷത്തോടെ നമുക്കൊരു പാട്ട് പാടാം. സ്തുതിക്കുന്നു.
നിങ്ങൾ കൈയടിച്ച സ്വരം നിങ്ങൾ പോലും കേട്ടില്ല. ഹല്ലേലൂയ. കൈയടിച്ച് വെറുതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തേ, നമ്മുടെ ആയുസ്സിനെ ഓർത്ത്, നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്ന് ഓർത്തേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഓർത്തേ, ഇന്നിവിടെ ആയിരിക്കുവാൻ ദൈവത്തിന്റെ കൃപയെ ഓർത്തേ. ഹല്ലേലൂയ. ഈശോ നമ്മെ അനുഗ്രഹിക്കുകയാണ്, അവിടുന്ന് തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലേക്ക് തുറന്നേ സന്തോഷത്തോടെ ഒരു ചിരിച്ചോടെ സ്തുതിച്ച് ഈശോ നമ്മളെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും ധ്യാനിക്കാൻ ഇതാണ് കർത്താവ് എനിക്ക് തന്നത്. യെശയ്യാ 40, 29 മുതൽ 31 വരെ വായിക്കുന്നായിരുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കന്മാർ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോഹരമായ വചനം ഇന്ന് നമ്മെ നോക്കി കർത്താവ് പറയുന്ന പോലെ അല്ലെ. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കന്മാർ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ധ്യാനിക്കണം നമ്മൾ. ഈ വചനം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. യെശയ്യാ 40, 29, 31. യെശയ്യാ പറയുകയാണ്, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, യുവാക്കന്മാർ പോലും ഇന്ന് തളർന്നു വീഴുകയാണ്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ പിള്ളേര് കൊച്ചുകുട്ടികള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 മിനിറ്റ് പഠിച്ചു കഴിയുമാരെന്ന് പറയും മടുത്തു അല്ലെ. അവർക്ക് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ കോഫി വേണം, ബിസ്ക്കറ്റ് വേണം, അതിലേക്ക് ഒന്ന് കിടക്കണം. എന്റെ മോൻ പറയും എനിക്ക് നടുവൊന്ന് നിവർക്കണം എന്ന് പറയും. വലിയപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നടുവൊന്ന് നിവർക്കണം എന്ന് പറയും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ സെന്ററിൽ ഒരു വിസിറ്റിൽ നിന്നപ്പോൾ അവിടെ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ മറ്റാണ് ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും പറയുകയാണ്, എന്റെ വയറ് 3 പ്രാവശ്യം കീറി, 2 പ്രാവശ്യം കൈയൊടിഞ്ഞു, 1 പ്രാവശ്യം കാലൊടിഞ്ഞു, എല്ലാ അസുഖങ്ങളും ഉണ്ട്. വയസ്സ് എത്രയുണ്ടെന്ന് അറിയുമോ? 79. പയറുപോലെ ഓടി നടക്കുക. നിങ്ങൾ ചെല്ലുമ്പോൾ കാണാം അവിടെ മെയിൻ അങ്ങോട്ട് കയറുമ്പോഴേ അവിടെ ചെറിയ ക്യാബിനിൽ ആ സിസ്റ്റർ ഇരിപ്പുണ്ട്. സിസ്റ്റർ പറഞ്ഞ കാര്യമല്ല, എന്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ 2 പേരുടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? 79 വയസ്സ്. ഇപ്പോഴും അവർ ഓടി നടക്കുകയാണ് ഹോസ്പിറ്റലിന്റെ കാര്യത്തിന്. പക്ഷെ നമ്മളോ ഒരു ജപമാല മുഴുവൻ ചെല്ലാനുള്ള ആരോഗ്യം ഇന്ന് ദൈവത്തിന്റെ മക്കൾക്കില്ല. ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുകയാണ്. ഒരു ജപമാല മുഴുവൻ ചെല്ലാനുള്ള ആരോഗ്യം നമുക്കിന്നില്ല. ഹല്ലേലൂയ. പിന്നെയാണോ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, പിന്നെയാണോ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത നേരിടുന്നത്, പിന്നെയാണോ ഒരു ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വരുമ്പോ നമുക്ക് എന്തുണ്ടാകും? അറ്റാക്ക് ഉണ്ടാകുന്നത്. നമുക്കൊന്നിനുമുള്ള ശക്തിയില്ല, നമുക്കൊന്നിനുമുള്ള ആരോഗ്യമില്ല. പ്രവാചകൻ പറയുകയാണ്, പലരും തളർന്നു വീഴും, പക്ഷേ
നീ കർത്താവിൽ ആശ്രയിച്ചാൽ ആ നിമിഷം നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. ഹല്ലേലൂയ.